ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിനോട് വിളിക്കാൻ പറയുന്നുണ്ട് രേവതി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സച്ചി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ ചെല്ലുമ്പോ കൂട്ടുകാരൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് പോലീസുകാരോട് പറയുന്നുണ്ട്, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, വണ്ടി എന്റേതിന്, ഞങ്ങൾ ആരോ ട്രാപ്പിലാക്കിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തു കളിച്ചുള്ള കളികളടാ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സച്ചിനെയും കൂടി അവിടെ അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കൂട്ടുകാരൻ ഓടി വന്ന്, ഇല്ല ഇവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലായിരുന്നു, എൻ്റെ തെറ്റ്, എന്നെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതി എന്ന് അയാൾ പറയുമ്പോൾ ആ സമയത്ത് SI യൂണിഫോമിലല്ലായിരുന്നു. ആദ്യം കൂട്ടുകാരൻ അടിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ താൻ എന്തിനാ അവൻ അടിക്കണെന്ന് ചോദിച്ചിട്ട് തിരിച്ചടിക്കുന്നുണ്ട് സച്ചി. അതോടുകൂടി തന്നെയാണ് സച്ചിയുടെ കഷ്ടകാലം തുടങ്ങുന്നത്. കാരണം പോലീസുകാരനെന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ലായിരുന്നു. നീ SIനെ അടിക്കാറായോടാ എന്ന് ചോദിച്ചിട്ട് പിന്നെ മറ്റുള്ള പോലീസുകാർ സച്ചിനെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാന്. ആ സമയത്തിന് രേവതി അത് കണ്ടുകൊണ്ട് വരുന്നത്. രേവതി ഓടി വന്ന് സച്ചിനെ നേരെ തട നിൽക്കുന്നുണ്ട്. സച്ചിനെ തല്ലരുത്, അദ്ദേഹത്തെ തല്ലരുതെന്ന് പറഞ്ഞപ്പോൾ, നീ മാറി നിന്നല്ലെങ്കിൽ നിനക്ക് കിട്ടോടി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അവളെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പോലീസുകാർ സച്ചിനെ മർദ്ദിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. രേവതിയാണെങ്കിൽ ആകെ കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഭാഗമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.